വെൽക്കം ബാക്ക് ടു IIT'ians NIT'ians ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മളതിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ലോസ് ഓഫ് എക്സ്പോണൻസ്. എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ പ്രോബ്ലംസും കൂടെയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ലോസ് ഓഫ് എക്സ്പോണൻസ്, അതിൻ്റെ കുറച്ച് ഫോർമുലാസ്, അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ്, അതുപോലെ നമ്മുടെ നെഗറ്റീവ് എക്സ്പോണൻസിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ്. ഞാനിവിടെ 4 ചെറിയ സാമ്പിൾ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കൂ, 17⁻² ഇൻറ്റു 17�5. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് അതിലേക്ക് പോകാം. 17⁻² ഇൻറ്റു 17⁻5 ആണ് അല്ലേ. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ 17⁻² ഇൻറ്റു 17⁻² ഇൻറ്റു 17⁻5 ആണ് അല്ലേ. അതായത് നമുക്കിവിടെ 17 ആണ് ഇതിൻ്റെ ബേസ് അല്ലേ. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 17⁻², അല്ലെങ്കിൽ 17², അതുപോലെ 17⁻5. രണ്ട് നമ്പേഴ്സാണ്, രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ 17 ആണ് രണ്ടിൻ്റെ ബേസ്. പക്ഷെ നമ്മൾ എക്സ്പോണൻസ് ഏതാണ് അതിൽ? എക്സ്പോണൻസ് ഏതൊക്കെയാണ്? 2, 5 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 17⁻² എക്സ്പോണൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 + 5. 17⁻² 2 + 5. അപ്പോൾ എത്രയാണ് വരുന്നത് നമുക്കിത്? 17⁻7. ഓക്കെ, 17⁻7 ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇനി സെക്കൻഡ് കേസ് നോക്കൂ. രണ്ടാമത്തെ കേസിൽ എന്താ ഉള്ളത്? 5² ആണ് അല്ലേ. 5² ഓക്കെ. അപ്പോൾ 5² നമുക്കറിയാം 25 ആണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ⁻7. ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുക. അതായത് 5² ⁻7. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 5⁻² ഇൻറ്റു 7 എഴുതാം. അതായത് 5⁻² ഇൻറ്റു 7. അപ്പോൾ നമുക്കതിൽ 5⁻² ഇൻറ്റു 7 is 14. 5⁻14 എഴുതാം. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കൂ. 23⁻10. 23⁻10 ഡിവൈഡഡ് ബൈ 23⁻7. ഓക്കെ, ഇവിടെ എന്താണ് ബേസ് ഏതാണ്? രണ്ട് നമ്പറിൻ്റെ ബേസ് 23 ആണ്. എക്സ്പോണൻസ് ആർ 10 and 7. ന്യൂമറേറ്ററിൻ്റെ എക്സ്പോണൻറ്റ് 10 ആണ്, അതുപോലെ ഡിനോമിനേറ്ററിൻ്റെ എക്സ്പോണൻറ്റ് ഇസ് 7. അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കിതിനെ 23⁻10 - 7 എഴുതാം. അതായത് 23⁻3. ഓക്കെ, ആ ഫസ്റ്റത്തെയും തേർഡ് ഈ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നമ്മൾ രണ്ടും ഒരുപോലെ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17⁻² ഇൻറ്റു 17⁻5. അവിടെ ബേസ് രണ്ടും സെയിം ആണല്ലോ, 17 ആണ് ബേസ്. അപ്പോൾ നമുക്ക് 17⁻² എക്സ്പോണൻസ് എന്താണ് ആഡ് ചെയ്യുന്നു. ഡിവിഷൻ ആയപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ആ ബേസ് എടുത്തു, 23 എടുത്തു, എന്നിട്ട് എക്സ്പോണൻസ് മൈനസ് ചെയ്യുക. ന്യൂമറേറ്ററിലെ എക്സ്പോണൻറ്റ് മൈനസ് ഡിനോമിനേറ്ററിലെ എക്സ്പോണൻറ്റ്. 23⁻10 - 7. ഓക്കെ, ഇനി ഫോർത്ത് വൺ. അവിടെ എന്താണുള്ളത്? 7⁻3 ഇൻറ്റു 9⁻3. ഓക്കെ, ഇവിടെ ഏതാണ്? ഇവിടെ ബേസ് കോമൺ അല്ല അല്ലേ, ബേസ് ഡിഫറെൻ്റ് ആണ്. 7ഉം 9ഉം ആണ് ബേസ്, ബട്ട് എക്സ്പോണൻസ് ആർ കോമൺ അല്ലേ. എക്സ്പോണൻസ് ആർ സെയിം. രണ്ട് കേസിൽ ഏതാണ്? 3 ആണ് എക്സ്പോണൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 7 ഇൻറ്റു 9⁻3 എന്ന് എഴുതാം. 7 ഇൻറ്റു 9 is 63, റൈറ്റ്. 63⁻3 നമുക്കിതിനെ എഴുതാം. അപ്പോൾ ഞാൻ ഈ കുറച്ച് 4 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാനാണ് നമ്മൾ ആദ്യം പ്രോബ്ലംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലോസ് ഓഫ് എക്സ്പോണൻസ്, എന്തൊക്കെ ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് a⁻m ഇൻറ്റു a⁻n. അതായത് ബേസ് a ആണ്, എക്സ്പോണൻസ് ആർ m and n. അതെന്തായിരിക്കും? a⁻m + n ആയിരിക്കും. a⁻m + n. a⁻m + n. ഇനി സെക്കൻഡ് വൺ നോക്കൂ. a⁻m⁻n. അതായിരിക്കും a⁻mn അല്ലെങ്കിൽ a⁻m × n.
ഇനി തേർഡ് വൺ ഇസ് എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. ന്യൂമറേറ്ററിലുള്ള എക്സ്പോണൻറ്റ് മൈനസ് ഡിനോമിനേറ്ററിലുള്ള എക്സ്പോണൻറ്റ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. ഇവിടെ ബേസ് മാറി. ബേസ് ഏതാണ്? എയും ബിയും ആണ് അല്ലേ? ബട്ട് എക്സ്പോണൻറ്റ് രണ്ടും എന്താണ്? സെയിം ആണ്, എം ആണ്. അപ്പോൾ എ ഇൻറ്റു ബി റേസ് ടു എം ഇങ്ങനെ എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇന്ന് വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് സ്റ്റാൻഡേർഡിൽ നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കുറച്ചുകൂടെ പ്രോബ്ലംസും അഡ്വാൻസ് ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോർ റിയൽ നമ്പേഴ്സ്. 4 ലോസും ക്ലിയർ ആക്കി വെക്കുക. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം മൈനസ് എൻ. ആൻഡ് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബി റേസ് ടു എം. ഓക്കെ, ഇത് തറവായല്ലോ. ഇനി നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ എക്സ്പോണൻസും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. നമ്മൾ ഫസ്റ്റ് 4 പ്രോബ്ലംസ് സോൾവ് ചെയ്തല്ലോ. അതിലെല്ലാം ഞാൻ ഉപയോഗിച്ച എക്സ്പോണൻസ് ഒക്കെ എന്താണ്? ഏതാണ്? അവിടെ പോസിറ്റീവ് വാല്യൂസ് ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ്പോണൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇവിടെ പ്രോബ്ലംസ് കാണാം. 17 റേസ് ടു 2 ഇൻറ്റു 17 റേസ് ടു 5 2 5 7 10 3 ഇതായിരുന്നു എക്സ്പോണൻസ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ പോസിറ്റീവ് വാല്യൂസ് ആണ്. നമുക്കിതെല്ലാം നെഗറ്റീവ് എക്സ്പോണൻസിലേക്കും നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് 3 റേസ് ടു 6 ഇൻറ്റു 3 റേസ് ടു മൈനസ് 9 ഇതെനിക്ക് എഴുതാം. 3 റേസ് ടു 6 ഇൻറ്റു 3 റേസ് ടു മൈനസ് 9 എന്ന് എഴുതാം. ഇതെന്തായിരിക്കും ആൻസർ കിട്ടുക? നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെ. ഇവിടെ ഏതാണ് എക്സ്പോണൻസ്? ഒന്ന് പോസിറ്റീവ് വാല്യൂ, ഒന്ന് നെഗറ്റീവ് വാല്യൂ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ ബേസ് രണ്ടും സെയിം ആണ്. എക്സ്പോണൻസ് രണ്ടും ഒന്ന് 6 ആണ്, ഒന്ന് -9 ആണ്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് വാല്യൂസും കൂടെ വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ ഇതേത് ഫോമാണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ അല്ലേ? ഏതാണ്? എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ നമ്മൾ 3 റേസ് ടു അതേപോലെ തന്നെ ചെയ്യാം. 6 പ്ലസ് -9. ഓക്കെ, 6 പ്ലസ് -9. ആ -9 എന്നുള്ളതൊരു നമ്പർ ആക്കി എടുക്കുക. ഓക്കെ, -9 എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് നമ്പർ ആണല്ലോ. അപ്പോൾ അത് അതേപോലെ തന്നെ 6 പ്ലസ് -9. അപ്പോൾ അതെന്തായിരിക്കും? 3 റേസ് ടു 6 മൈനസ് 9. ദാറ്റ് ഈസ് 3 റേസ് ടു -3 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ 3 റേസ് ടു -3 തന്നെയാണ് നമുക്ക് 1/3 റേസ് ടു 3 എന്ന് നമുക്ക് എഴുതാം. 1/3 റേസ് ടു 3 തന്നെയാണ്. അപ്പോൾ 3 റേസ് ടു -3 എന്ന് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇനി സെക്കൻഡ് വൺ നമ്മൾ അടുത്തൊരു കേസായിട്ട് നമുക്ക് നോക്കാം. ഞാനിതിനെ 3 റേസ് ടു 2 ഹോൾ റേസ് ടു -3 ഇങ്ങനെ എഴുതുകയാണ്. 3 റേസ് ടു 2 ഹോൾ റേസ് ടു -3. ഇവിടെ എന്താണ്? അതേപോലെ തന്നെ നമ്മൾ എഴുതാം എ റേസ് ടു ബി ഹോൾ റേസ് ടു അല്ലെങ്കിൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്തായിരുന്നു? എ റേസ് ടു എം എൻ അല്ലേ? അപ്പോൾ ഇത് അതേപോലെ 3 റേസ് ടു 2 ഇൻറ്റു -3. ദാറ്റ് ഈസ് 3 റേസ് ടു -6. ക്ലിയർ? 3 റേസ് ടു -6. അവിടെ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. ആ നെഗറ്റീവ് നമ്പറും കൂടെ വരുന്നു മാത്രം. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നമുക്ക് ഡിവിഷൻ ആക്കി എടുക്കുകയാണെങ്കിലോ നമുക്കത് 2 റേസ് ടു 10 ഡിവൈഡഡ് ബൈ 2 റേസ് ടു -5. ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ 2 റേസ് ടു 10. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതാണ് മൈനസ് ആയിരുന്നല്ലോ. ഇനി നമ്മളത് മുകളിലേക്ക് വരും. അപ്പോൾ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈ ഫോമുലയിലാണല്ലോ അതുള്ളത്. അപ്പോൾ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം മൈനസ് എൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം മൈനസ് എൻ അല്ലേ? എ റേസ് ടു എം മൈനസ് എൻ ആണ്. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. 2 റേസ് ടു 10 മൈനസ് ഇനി എൻ എത്ര താഴെയുള്ള ഡിനോമിനേറ്ററിൻ്റെ എക്സ്പോണൻറ്റ് എത്രയാണ്? -5 ആണ് അല്ലേ? അപ്പോൾ അത് -5 തന്നെ എഴുതണം. നമ്മൾ 5 ആക്കി മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ 2 റേസ് ടു 10 മൈനസ് വിൽ ഗെറ്റ് പോസിറ്റീവ് 2 റേസ് ടു 15 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? 2 റേസ് ടു 10 ഡിവൈഡ് ബൈ 2 റേസ് ടു -5 ആണ്. അത് മുകളിലേക്ക് വരുമ്പോൾ നമുക്കത് പ്ലസ് ആയി മാറും. ഇനി നമുക്ക് ഫോർത്ത് വൺ
നമ്മൾ അവിടെ പഠിച്ചതായിരുന്നു ഫോർത്ത് മോഡൽ ഏതാ പഠിച്ചത് നമ്മൾ a raised to m into b raised to n is ab raised to m. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 3 raised to minus 2 into 2 raised to minus 2. ഓക്കെ, ഇവിടെ ബേസ് രണ്ട് ഡിഫറെൻ്റ്. അപ്പോൾ 3 into 2 raised to minus 2 എന്ന് എഴുതാം. ഓക്കെ, 3 into 2 is 6. 6 raised to minus 2 ആണ്. അതായത് 1/6 raised to 2 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇതേപോലുള്ള നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ എക്സ്പോണൻസും നമുക്ക് നെഗറ്റീവ് എക്സ്പോണൻസിലേക്കും, നമുക്ക് അവിടെ പഠിച്ച എല്ലാ ലോസും നെഗറ്റീവ് എക്സ്പോണൻസിലേക്കും നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഇതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡെഫിനേഷനും കൂടെ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഇൻ ദ ലാംഗ്വേജ് ഓഫ് എക്സ്പോണൻസ് വി ഡിഫൈൻ nth root of a that is equal to a raised to 1/n. ഡോണ്ട് വറി, നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മൾ ഇതൊക്കെ സിമ്പിളാണ്. ഓക്കെ, nth root of a, നമ്മൾ nth റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ റൂട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 4 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 4 നമുക്കറിയാതെ 2 ആണ് അല്ലേ? അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 16 ഈസ് 4. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന നമ്പേഴ്സാണ്. ഇനി ഞാൻ ക്യൂബ് റൂട്ട് എടുക്കുകയാണ്. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് 8. ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയാണ് ആൻസർ? 2 ആണല്ലോ. ക്യൂബ് റൂട്ട് ഓഫ് 8 2 ആണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി ഞാൻ ശ്രദ്ധിക്കുക, ഇവിടെ ക്യൂബ് റൂട്ട് നമ്മൾ എഴുതുമ്പോൾ 3 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ടിനുള്ളിലേക്ക് കൊണ്ട് എഴുതുന്നുണ്ട്. സ്ക്വയർ റൂട്ട് ആണെങ്കിലോ ശരിക്കും ഇവിടെ എന്താണുള്ളത്? 2 ആണല്ലേ? ഈ സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ആ റൂട്ടിൻ്റെ നമ്മൾ ആ റാഡിക്കൽ സിമ്പിൾ എന്നുള്ളതിന് പറയാം. ആ റാഡിക്കൽ സിമ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതേണ്ട നമ്പർ 2 ആണ്. പക്ഷേ സ്ക്വയർ റൂട്ടിൽ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യാറില്ല. 2 ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഓൾറെഡി സ്ക്വയർ ആണെന്നാണ്. നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അത് സ്ക്വയർ റൂട്ടാണ്. നമ്മൾ ക്യൂബ് റൂട്ട് ആണെങ്കിൽ നമ്മൾ അവിടെ 3 ഇടും അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പോയിട്ട് നമുക്കിത് 4th റൂട്ട് അതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് nth റൂട്ട് വരെ പോയാലോ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് nth റൂട്ട് ഓഫ് എനി നമ്പർ a അതും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നമുക്ക് നോക്കാം, ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 4 ആണ്, അത് 2 ആണ്. ഇതിന് എനിക്ക് 4 raised to 1/2 എന്ന് എഴുതാം. 4 raised to 1/2. ശ്രദ്ധിക്കണേ, 4 raised to 1/2. ഇനി ഇതിലെ സ്ക്വയർ റൂട്ട് ഓഫ് 16 ആണ്. അതിനെ ഞാൻ എഴുതാൻ പോകുന്നത് 16 raised to 1/2 ആണ്. 16 raised to 1/2 എത്രയാണ്? 4 തന്നെയാണ്. ഓക്കെ, ആൻസർ തന്നെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 16 നമുക്ക് 16 raised to 1/2 എന്ന് എഴുതാം. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 8 നിങ്ങൾക്ക് എന്ത് എഴുതാം? 8 raised to 1/3 എന്ന് എഴുതാം. 8 raised to 1/3 മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതേപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് nth റൂട്ട് ഓഫ് എ നമ്പർ a എന്നുള്ളത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? a raised to 1/n. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a raised to 1/n നമുക്ക് കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. nth റൂട്ട് ഓഫ് a is equal to a raised to 1/n. അതായത് ഏത് നമ്പറിൻ്റെ nth റൂട്ട് ആണോ കാണേണ്ടത് ആ നമ്പർ എടുക്കുക, raised to 1/, എത്രാമത്തെ റൂട്ട്, അല്ലെങ്കിൽ nth റൂട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. ക്യൂബ് റൂട്ട് ആണെങ്കിൽ ആ /3 വരും, സ്ക്വയർ റൂട്ട് ആണെങ്കിൽ /2 വരും, 4th റൂട്ട് ആണെങ്കിലും അവിടെ 1/4 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. nth റൂട്ട് ഓഫ് എ നമ്പർ a is a raised to 1/n. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ a greater than 0 എനി റിയൽ നമ്പർ, ഒരു greater than 0 ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള ഒരു റിയൽ നമ്പറാണ് a എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാം. ലെറ്റ് m and n be integers such that m and n have no common factors other than 1. ഓക്കെ, m-നും n-നും 1 അല്ലാതെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതായത് നമുക്ക് a raised to m/n എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതി സിംപ്ലിഫൈഡ് ഫോം ആണെന്നാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അത് അവിടെ സ്റ്റേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് n greater than 0, കാരണം എന്താണ്? n 0 ആയി കഴിഞ്ഞാൽ a raised to m/n. അപ്പോൾ അവിടെ n 0 ആയി ഡിനോമിനേറ്റർ 0 ആയി, നമുക്ക് എന്തായി? നോട്ട് ഡിഫൈൻഡ് ആയിട്ട് പോകും. ദെൻ അപ്പോൾ നമുക്ക് a raised to m/n is equal to, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫോർമുല കൊണ്ടല്ലോ nth റൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചു. a ഒരു സ്ക്വയർ റൂട്ടിൻ്റെ
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കവർ ചെയ്യുന്നതാണ് nth root of a is a raised to 1 by n. അത് ഓർമ്മയാണ്, nth root of a is a raised to 1 by n. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, nth root of a എന്ന് എഴുതാം. അതായത് നമുക്ക് നോക്കാം, a raised to m by n ആണല്ലോ, a raised to m by n ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, a raised to 1 by n എന്ന് എഴുതി. എന്നിട്ട് ഞാൻ ഇതിനെ ഹോൾ റേസ് ടു എം എന്ന് എഴുതാം. ഞാൻ നമുക്ക് ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. എ റേസ് ടു എം ബൈ എൻ എനിക്ക് എന്ത് ചെയ്താം, എ റേസ് ടു 1 by n റേസ് ടു എം എന്ന് എഴുതാലോ. കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ. ഇവിടെ നമ്മൾ എമ്മും എന്നും ഉള്ള സ്ഥാനത്ത് എമ്മും 1 by n ആയിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതാം. എ റേസ് ടു എം ബൈ എൻ ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്തു, 1 by n അവിടെ വെച്ചു, എന്നിട്ട് എമ്മിനെ പുറത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ എഴുതാലോ. ഇനി എനിക്ക് എന്ത് എഴുതാം, എ റേസ് ടു 1 by n. നേരത്തെ നമ്മൾ പഠിച്ചു എ റേസ് ടു 1 by n എന്ന് പറഞ്ഞാൽ എന്താണ്, nth root of a ആണല്ലോ. അപ്പോൾ ഇതിനെ എനിക്ക് nth root of a എന്ന് എഴുതാം. nth root of a റേസ് ടു m എന്ന് എഴുതാം. ഓക്കെ അല്ലേ, nth root of a റേസ് ടു m എന്ന് എഴുതാം. ഇനി നോക്കൂ, അപ്പോൾ നമ്മൾ മുകളിലെ ഇക്വേഷൻ നോക്കൂ, എ റേസ് ടു m by n ഈസ് nth root of a റേസ് ടു m എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം, nth root of a റേസ് ടു m എന്ന് എഴുതാം. അതും നമുക്ക് നോക്കാം, എ റേസ് ടു m by n അല്ലേ. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, എ റേസ് ടു m ആദ്യം വെച്ചു, എ റേസ് ടു m. ഓക്കെ, എ റേസ് ടു m വെച്ചു, എന്നിട്ട് ഹോൾ റേസ് ടു 1 by n. എനിക്ക് എഴുതാലോ ഇങ്ങനെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 1 by n ഉണ്ട്, m ഉണ്ട്. തൊട്ട് മുകളിലെ കേസിൽ ഞാൻ ആദ്യം എന്ത് ചെയ്തു, 1 by n ആദ്യം വെച്ചിട്ട് എമ്മിനെ പുറത്തേക്ക് എടുത്തു. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് എമ്മിനുള്ളിലേക്ക് എടുത്തിട്ട് 1 by n പുറത്തേക്ക് വെച്ചു. അപ്പം ഇനി എ റേസ് ടു m റേസ് ടു 1 by n. ഇനി എ റേസ് ടു m എന്നുള്ളത് നമുക്കൊരു നമ്പർ ആക്കി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എനി നമ്പർ എക്സ്, എ റേസ് ടു m എന്നുള്ളത്. അപ്പോൾ ഒരു നമ്പർ റേസ് ടു 1 by n എനിക്ക് എന്ത് ചെയ്താം, nth root of that നമ്പർ എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ റേസ് ടു m ആണ് ഇപ്പം എൻ്റെ നമ്പർ. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്താം, nth root of എ റേസ് ടു m എന്ന് എഴുതാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ, എ റേസ് ടു m by n എനിക്ക് എന്ത് ചെയ്താം, nth root of a റേസ് ടു m അല്ലെങ്കിൽ nth root of a റേസ് ടു m. ഈ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇത് ശ്രദ്ധിക്കുക. ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. സേ നമ്മളൊരു കേസ് എടുക്കുക, 4 raised to 3 by 2. 4 raised to 3 by 2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 raised to 3 by 2 എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഞാൻ ആ 4 raised to 3 അവിടെ വെച്ചു, 4 raised to 3 അവിടെ വെച്ചു, എന്നിട്ട് 1 by 2 ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി. ക്ലിയർ ആണല്ലോ. 4 raised to 3 by 2 4 raised to 3 raised to 1 by 2. ഓക്കെ, ഇനി 4 raised to 3 എത്രയാണ്, 4 cube is 4 into 4 16, 16 into 4 is 64. നമുക്ക് 64 raised to 1 by 2. അപ്പോൾ എന്താണ്, 64 raised to 1 by 2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 64. സ്ക്വയർ റൂട്ട് ഓഫ് 64 is 8. അതാണ് ആൻസർ. ഇനി അതേ 4 raised to 3 by 2 തന്നെ നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 4 raised to 3 by 2 എന്നുള്ളത് ഞാൻ ആദ്യം 1 by 2 ഉള്ളിൽ വെച്ചു, എന്നിട്ട് 3നെ ഞാൻ പുറത്തേക്ക് എടുത്തു. 4 raised to 1 by 2 ഹോൾ raised to 3. ഇനി നമുക്ക് 4 raised to 1 by 2 is root 4. റൂട്ട് 4 എത്രയാണ്, 2 ആണ് അല്ലേ. ദാറ്റ് ഈസ് 4 raised to 1 by 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 raised to 3. 2 raised to 3 എത്രയാണ്, 2 cube is 8. അപ്പോൾ 4 raised to 3 by 2 രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താണ്, സെയിം തന്നെയാണല്ലോ, 8 തന്നെയല്ലേ. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ച ഈക്വേഷൻ നമ്മളൊന്ന് വെരിഫൈ ചെയ്തതാണ്. ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്കിത് ഇവിടെ വെരിഫൈ ചെയ്യാം. ദിസ് ഈസ് ട്രൂ. ഓക്കെ, എ റേസ് ടു m by n എന്നുള്ളത് nth root of a ഹോൾ റേസ് ടു m എന്ന് എഴുതാം, അല്ലെങ്കിൽ nth root of a റേസ് ടു m. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത ഒരു ലെവലിലേക്കും കൂടെ കൊണ്ടുപോകണം. അത് റാഷണൽ നമ്പേഴ്സിലേക്കും കൂടെ നമ്മൾ കൊണ്ടുപോകണം. അതായത് എ നമ്മൾ പഠിച്ചു റിയൽ നമ്പർ തന്നെയാണ്, എ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ് എ. ആൻഡ് പി ആൻഡ് ക്യൂ നമ്മൾ ആദ്യം ചെയ്തെന്താണ്, എക്സ്പോണൻസ് എമ്മും എന്നും എടുത്തു. അതൊക്കെ ഞാൻ എടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പോസിറ്റീവ് വാല്യൂസ് എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എമ്മും എന്നും എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് ഇൻറ്റീജറും കൂടെ കൊടുത്തു അല്ലേ, നെഗറ്റീവ് വാല്യൂയും കൂടെ നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മൾ പോകുന്നത് ഏതൊരു റാഷണൽ നമ്പറിലേക്കും നമുക്കിതിനെ കൊണ്ടുപോകാം. അതായത് ഫ്രാക്ഷൻസും നമുക്കിവിടെ
കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, റാഷണൽ നമ്പർ ആയിരിക്കണം, ശ്രദ്ധിക്കണേ, റാഷണൽ നമ്പർ ആയിരിക്കണം. പി ആൻഡ് ക്യൂ ബി എനി റാഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എ റേസ് ടു പി പ്ലസ് ക്യൂ, എ റേസ് ടു പി ഹോൾ റേസ് ടു ക്യൂ ഈസ് എ റേസ് ടു പി ക്യൂ, എ റേസ് ടു പി ബൈ എ റേസ് ടു ക്യൂ ഈസ് എ റേസ് ടു പി മൈനസ് ക്യൂ, ആൻഡ് എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി ക്യാൻ ബി റിട്ടൺ ആസ് എ ബി റേസ് ടു പി. നമ്മൾ മുമ്പ് പഠിച്ച അതേ ഇക്വേഷൻസ് ആണ്. എമ്മിനും എന്നിനും പകരം ഇവിടെ പിയും ക്യൂവും കൊടുത്തുന്നുള്ളൂ. എന്തിനാണ് പിയും ക്യൂവും കൊടുത്തത്? നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ പഠിച്ച അതേ ലോസ് നമുക്ക് ഇവിടെയും അപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്ക് ഒരു ചെറിയൊരു സാമ്പിൾ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അതായത് എന്താണ് നമ്മൾ ഈ റാഷണൽ നമ്പേഴ്സും കൂടെ ഇവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു പ്രോബ്ലം കാണിച്ചു തരാം. അതായത് നമുക്ക് ഫസ്റ്റ് കേസിൽ എടുക്കാം. ഇതിനെ 2 റേസ് ടു 1/2 ഇൻറ്റു 2 റേസ് ടു 1/3. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ ഫോമിലാണല്ലോ. അപ്പോൾ കാരണം ഇവിടെ എന്താണ് പി ക്യൂ എന്നുള്ളത് 1/2 1/3 ആണ്. നമ്മൾ മുമ്പ് എം എന്നും റെപ്രസെൻറ്റ് നമുക്ക് ഇൻറ്റീജർ ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. അതായത് ഫ്രാക്ഷൻസിനും അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സിനും നമുക്ക് ഈ നമ്മൾ പഠിച്ച ഈ 4 ലോസും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ 2 റേസ് ടു 1/2 ഇൻറ്റു 2 റേസ് ടു 1/3. ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ 2 റേസ് ടു 1/2 പ്ലസ് 1/3. അതേപോലെ തന്നെ രണ്ട് നമ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് എത്ര വരിക? 2 റേസ് ടു 1/2 പ്ലസ് 1/3. 3 plus 2, 3 plus 2 is 5. 5 divided by 3 into 6. 2 raised to 5/6 നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി എഴുതുന്നില്ല. ഇതേപോലെ നമ്മൾ നേരത്തെ കവർ ചെയ്ത അതേപോലുള്ള പ്രോബ്ലംസ് ഒക്കെ. എക്സ്പോണൻസ് എന്തായിരിക്കണം? നമ്മൾ റാഷണൽ നമ്പർ ആണെങ്കിൽ കൂടെ നമുക്ക് ഇതുപോലെ ഈ 4 ലോസും അപ്ലിക്കബിൾ ആണെന്നാണ്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് കവർ ചെയ്യാം. എല്ലാ 4 ലോസും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിംപ്ലിഫൈ 2 റേസ് ടു 2/3 ഇൻറ്റു 2 റേസ് ടു 1/3. ഇതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? 2 റേസ് ടു 2/3 ഇൻറ്റു 2 റേസ് ടു 1/3. അതായത് നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ തന്നെ അല്ലേ? അപ്പോൾ 2 റേസ് ടു 2/3 പ്ലസ് 1/3 അല്ലേ? ഏതാണ്? എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ, ദാറ്റ് ഈസ് എ റേസ് ടു പി പ്ലസ് ക്യൂ. രണ്ട് എക്സ്പോണൻ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടുന്നത്? 2 റേസ് ടു 2 പ്ലസ് 1 is 3, 3/3. That is 2 raised to 1. 2 തന്നെയാണ് ആൻസർ അല്ലേ? 2 തന്നെയാണ് ആൻസർ. 2 raised to 1/3, 2/3 പ്ലസ് 1/3 വരുന്നു. 2/3 പ്ലസ് 1/3 3 ആണ്, 3/3 1 ആണ്. 2. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 3 raised to 1/5 ഹോൾ റേസ് ടു 4. ഇതിനെ എങ്ങനെ എഴുതാം? 3 raised to 1/5 ഹോൾ റേസ് ടു 4. ഇതൊന്നുമില്ല, നമുക്ക് ആ 4ന് ഉള്ളിലേക്ക് എടുക്കാം. ഇതിനെ 3 റേസ് ടു 1/5 ഇൻറ്റു 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 3 റേസ് ടു 4/5. 3 റേസ് ടു 4/5. നമുക്ക് ആ വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ മുമ്പ് പഠിച്ച എ റേസ് ടു പി റേസ് ടു ക്യൂ ക്യാൻ ബി റിട്ടൺ ആസ് എ റേസ് ടു പി ഇൻറ്റു ക്യൂ. അതാണ് നമ്മളിവിടെ ചെയ്തത്. പി ഈസ് 1/5, ക്യൂ ഈസ് 4 ഹിയർ. നമുക്ക് 1/5 ഇൻറ്റു 4, ദാറ്റ് ഈസ് 4/5 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കൂ. 7 റേസ് ടു 1/5 ഡിവൈഡഡ് ബൈ 7 റേസ് ടു 1/3. അപ്പോൾ ഇത് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 7 റേസ് ടു 1/5 ഡിവൈഡഡ് ബൈ 7 റേസ് ടു 1/3. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 7 റേസ് ടു 1/5 മൈനസ് 1/3 അല്ലേ? കാരണം ഡിനോമിനേറ്ററിൽ മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആയി മാറും അല്ലേ? എ റേസ് ടു പി ഡിവൈഡഡ് ബൈ എ റേസ് ടു ക്യൂ, ദാറ്റ് ഈസ് എ റേസ് ടു പി മൈനസ് ക്യൂ. 7 റേസ് ടു 1/5 മൈനസ് 1/3. ഇതെത്രയാണ്? 7 റേസ് ടു, നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 മൈനസ് 5 അല്ലേ? 3 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5, ദാറ്റ് ഈസ് 15. സോ 7 റേസ് ടു മൈനസ് 2/15. 7 റേസ് ടു മൈനസ് 2/15. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോബ്ലം നോക്കാം. 13 റേസ് ടു 1/5 ഇൻറ്റു 17 റേസ് ടു 1/5. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 13 ഇൻറ്റു 17 റേസ് ടു 1/5. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. 13 റേസ് ടു 1/5 ഇൻറ്റു 17 റേസ് ടു 1/5 ഏത് ഫോമിലാണുള്ളത്? എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി.
അവിടെ ബേസ് രണ്ടും മാറി, പക്ഷേ എക്സ്പോണൻറ്റ് സെയിം ആണ്. 1/5 ആണ് ഇവിടെ എക്സ്പോണൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ആ ബേസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 13 × 17, എന്നിട്ട് എക്സ്പോണൻ്റ് ഇട്ട് കൊടുക്കുക, റേസ് ടു 1/5. സോ 13 × 17 എത്രയാണ്? 13 × 17 ഈസ് 221, റൈറ്റ്? 221 റേസ് ടു 1/5. ദിസ് വിൽ ബി ദി ആൻസർ. 221 റേസ് ടു 1/5 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇത് കുറച്ചുകൂടെ പ്രോബ്ലംസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാം കൂടെ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഇതേ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതൊക്കെ റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെല്ലാ ഏരിയയും വൃത്തിയായിട്ട് എടുത്തു എന്നാണ് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം ഒന്ന് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അതിന് പുറമെയായിട്ട് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. നമ്മൾ എത്ര മാത്സിൻ്റെ പ്രത്യേകതയാണ് അറിയാലോ, നമ്മൾ എത്ര പ്രോബ്ലംസ് ചെയ്യുന്നോ ദെൻ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ കൂടുതൽ എക്സ്പെർട്സ് ആയിരിക്കും. മാത്സിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്രിക്സ് നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല സ്പീഡായിട്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം പ്രോബ്ലംസ് ട്രൈ ഔട്ട് ചെയ്യുക. നല്ലോണം വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ്. ഒന്നുകൂടെ തുടക്കം മുതൽ ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ മുമ്പ് കവർ ചെയ്ത ടോപ്പിക്സ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അതിൻ്റെ പ്രോബ്ലംസും എല്ലാം കൂടെ എടുക്കുക. എന്നിട്ടൊന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഒന്ന് കവർ ചെയ്ത് ചെയ്യാൻ നോക്കാം. ക്ലിയർ? അപ്പോൾ നമുക്കിനി അടുത്തൊരു ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക് യു.